ഇന്ന് നമ്മൾ നല്ല അടിപൊളി ബീഫ് കറിയും ചോറുമാണ് കഴിക്കുന്നത് കേട്ടോ. ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. അതിനിടെ ഞാൻ ചോറ് തിന്നാനായിട്ട് ഒരു ചോറ് നമുക്ക് തിന്നാം. അത്രയ്ക്കും നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇതുപോലൊരു ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് ഏറെ എവിടെ പോയാലും കിട്ടും. നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കുരുമുളക് പൊടി, മുളക് പൊടി, കുറച്ച് ഉള്ളി, ബീഫ് കഴുകിയത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. എനിക്ക് ആദ്യം ബീഫ് കഴുകുന്നതും മുളക് പൊടി ഇടുന്നതെന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും കറണ്ട് പോയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ മുളക് പൊടിയും പൊടി ഐറ്റങ്ങളെല്ലാം ഒന്ന് പിടിക്കണം ആ ഉള്ളിയിൽ. ഇതെല്ലാം കൂടെ പുരട്ടി വരണം. എന്നിട്ട് കുറച്ച് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ഇതിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ അതിൻ്റെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി നമ്മൾ കുറച്ച് നേരം നമ്മളത് പുരട്ടി വെച്ചേക്കണം. പുരട്ടി വെച്ചേക്കുമ്പോഴേ അതിൻ്റെ പൊടി ആയാലും എല്ലാം കൂടി നല്ലതുപോലെ പുരട്ടി നല്ലതുപോലെ നല്ല അടിപൊളി കിണ്ണം കാച്ചി ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിത് നല്ല തിക്കായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിങ്ങിലാണ് നമ്മൾ പൊടി ഐറ്റങ്ങളെല്ലാം നമ്മൾ പുരണ്ട് വരുന്നത്. അതായത് നമ്മൾ മിക്സ് ചെയ്യാതിരിക്കുമ്പോൾ അത്രത്തോളം നമുക്ക് ഫിനിഷിങ്ങും കിട്ടത്തില്ല. പൊടികളെല്ലാം ഇതാവില്ല. എന്നിട്ട് നമ്മൾ ഒരു തക്കാളി എടുത്ത് 3-4 കഷ്ണം പീസാക്കിയിട്ട് കുറച്ച് പച്ചമുളകും നമ്മളിത് മിക്സിയിൽ ഒരു 3 വിസിലാകുമ്പോഴത്തേക്കും നമ്മൾ നല്ല പരുവത്തിൽ. പിന്നെ പിഞ്ച് ബീഫൊക്കെ ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2 വിസിലൊക്കെ മതി. എന്നിട്ട് നമ്മളത് അടുപ്പിലോട്ട് ആക്കി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വിസിലിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് പെട്ടെന്നൊരു എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ബീഫ് കറി ഉണ്ടാക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ആ എണ്ണ കടുക് പൊട്ടിച്ചതിൽ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പൊടി ഐറ്റങ്ങളും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് സർവ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ അത് ഹൈലൈറ്റായിട്ട് വരുന്നതെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ അത്രയ്ക്കും നല്ല ഫിനിഷിങ് ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ നിന്നെടുത്ത് തട്ടിയതിന് ശേഷം ഇതിപ്പം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ അകത്ത് കുറച്ച് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ബീഫ് കറി. ഇതിൽ കാണുമ്പോൾ വെള്ള കളറാണെന്നുണ്ടെങ്കിലും ക്യാമറയിൽ ഇങ്ങനെയാണെങ്കിലും നേരിട്ട് കാണാൻ നല്ല അടിപൊളി കളറുണ്ട് കേട്ടോ. ഇതുപോലത്തെ കളറാണ്. അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വേറെ ഒന്നും വേണ്ട, 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ബീഫ് കറി റെഡി. ഈ ബീഫ് കറി നിങ്ങളുടെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു കമൻ്റായിട്ട്. മറ്റൊരു വീഡിയോ